ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് ശേഷം 1-2 ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. 1-2 കൂട്ടുകാരന്മാരും അല്ലാത്തവരും 2-3 കോൾ വന്നായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, എടാ VFSന് കൊടുത്ത് എങ്ങനെ വിസ റിജക്റ്റ് ആയേ? സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടൊരു കാര്യം പറയാൻ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഞങ്ങൾ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ സ്റ്റുഡൻറ്റ് വിസയ്ക്കായിരുന്നു പോകാനായിട്ടിരുന്നത്. അപ്പം ഒരു ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു സംതിങ് എറർ ഉണ്ടെന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. ആ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മുടെ ഏജൻസിയെ നമ്മൾ അറിയിക്കുകയും അതിൻ്റെ ഫോളോ അപ്പ് ചെയ്തു. അല്ലെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു എംബസിക്ക് നേരിട്ട് അയച്ചോളാം എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. അതുകൊണ്ടാണോ റിജക്റ്റ് ആയതെന്നുള്ളതിൻ്റെ പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ നമുക്കറിയത്തില്ല. കാരണം ഒരു 2-3 മാസത്തെ ഡിലേ വന്നായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു വലിയ സംഭവമൊന്നും ആയിരിക്കത്തില്ല. പിന്നെ എനിക്ക് അതുപോലെ ഞങ്ങൾക്ക് 3 പേർക്ക് നോട്ടിഫിക്കേഷൻ വന്നു. 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു VFS ഓഫീസിൽ പോയി ഒരു സാധനം കളക്ട് ചെയ്യണം. അപ്പോൾ അവന്മാർ പോയി കളക്ട് ചെയ്ത് ഈ സെയിം സാധനം തന്നെയായിരുന്നു എനിക്ക് വന്നത്. പക്ഷേ ഞാൻ കളക്ട് ചെയ്യാൻ പോയില്ല. പക്ഷേ അതുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുന്നില്ല കേട്ടോ. പക്ഷേ അതും ഒരു പ്രശ്നമായിട്ട് മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, വേറെ എല്ലാ രീതിയിലും ഓക്കെ ആകും, എല്ലാം സെറ്റാകുമെന്ന് വിചാരിച്ചിരുന്നിട്ട് എൻഡ് ഓഫ് ദി ഡേ അത് നടന്നില്ല എന്ന് കണ്ടപ്പം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് നമ്മളത് ഏജൻസിക്കാരെ അറിയിച്ചിട്ടും അവരും ഇതിൻ്റെ വലിയ ഫോളോ അപ്പ് എന്നുള്ള രീതിയിലൊന്നും ചെയ്തില്ല. അത് ഏജൻസിയുടെ കുഴപ്പമാവാം, ഇപ്പോൾ ഏജൻസിയുടെ കുഴപ്പമാവാതിരിക്കാം. പക്ഷെ നമുക്ക് സംഭവിച്ച കാര്യം ഇതാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രോപ്പറായിട്ട് അവരൊന്നും പറയുന്നില്ല. വിസ റിജക്ഷൻ പിന്നെ അവിടുത്തെ ഭാഷയിലാണ് ഒരു ലെറ്റർ എന്തെങ്കിലും, അത് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റൊക്കെ ഇട്ട് നോക്കി. പക്ഷേ എങ്കിലും ഒരു പരിധി കൂടുതലൊന്നും അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. ബേസിക്കലി റിജക്റ്റ് ആവാനുള്ള പ്രോപ്പർ കാരണം അറിയത്തില്ല. കാരണം എൻ്റെ കൂടെ കൊടുത്ത എല്ലാവരും റിജക്റ്റായി. ഇപ്പം അത് സത്യം പറയുന്നതിൻ്റെ വിഷമമുണ്ട് പറയാൻ. കാരണം ആൾക്കാർക്ക് പല രീതിയാണ്. കാരണം കിട്ടണം, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിക്കാത്തവരുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, കിട്ടിയാൽ നിങ്ങളുടെ ലക്കെന്നുള്ള രീതി മാത്രം കാണുക. ഇതുകൊണ്ടേ ജീവിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കിട്ടിയില്ല ജീവിതം അവസാനിക്കുക. ആ ഒരു സംഭവം ഒന്ന് മനസ്സിൽ വെക്കാതിരിക്കുക. അങ്ങനെ വെക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഒന്നിനെ ഒരു പരിധി കൂടുതൽ, ആ വിസ കിട്ടുന്നിടം വരെ പരിധി കൂടുതൽ ഒന്നും ചെയ്യാതിരിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം, എല്ലാവർക്കും കിട്ടട്ടെ ദൈവമേ, അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ.